അത് പരീക്ഷ നല്ല ടഫായിരുന്നു. ഇപ്പം നമ്മൾ പ്രീവിയസ് ഇയർ നീറ്റൊക്കെ നോക്കിയാൽ വളരെയധികം ടഫുള്ള എക്സാം തന്നെയായിരുന്നു. ഞാൻ ഈ ഫസ്റ്റ് മോഡൽ എക്സാം എഴുതിയപ്പം എനിക്ക് കുറേ ഫോൾസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ആദ്യത്തെ എക്സാമിൽ ടൈം മാനേജ്മെൻറ്റ് ഒരു ഇഷ്യൂ ആയിരുന്നു. എനിക്ക് ഈ ഒരു ഫിക്സഡ് ടൈമിൻ്റെ ഉള്ളിൽ എനിക്ക് തീർക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ +1 +2 ഞാൻ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിലായിരുന്നു. അപ്പം ത്രൂ ഔട്ട് ഓൾമോസ്റ്റ് എല്ലാ വീക്കും ധാരാളം എക്സാംസ് നടത്തിക്കൊണ്ടിരുന്നു. അപ്പം ഓരോ എക്സാമിലൂടെയും ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ലാസ്റ്റ് നീറ്റ് എത്തിയപ്പോൾ എനിക്ക് നല്ലൊരു സ്കോർ കിട്ടാൻ സാധിച്ചു. പക്ഷേ ഞങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു എന്തായാലും നല്ലൊരു സ്കോർ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. റിസൾട്ട് അറിഞ്ഞപ്പം ഭയങ്കര സന്തോഷം. ആള് നല്ല സ്കോർ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി. ഞാൻ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അപ്പം സ്കൂളിൻ്റെ കാര്യങ്ങൾ അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കോച്ചിങ് തിയറി ഒക്കെ നല്ല ഡെപ്തിൽ പോകുമ്പോൾ ബോർഡ് എക്സാം എനിക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റി. എൻ്റെ സ്റ്റഡി പ്ലാൻ ആക്ച്വലി ഭയങ്കര ഡയറക്റ്റ് ആയിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സിലാണ്. ഓരോ എക്സാം കഴിയുമ്പോൾ നിങ്ങൾ റാങ്ക് കണ്ട് അങ്ങനെ സങ്കടപ്പെടല്ല വേണ്ട. നിങ്ങളുടെ ഫോൾട്സ് എന്താ, നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താ, അത് മാക്സിമം തിരുത്തുക. നമസ്കാരം. നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന പ്രദേശത്താണ്. ഈ വർഷത്തെ നീറ്റ് 2025 മിന്നും വിജയം കരസ്ഥമാക്കിയ നമ്മുടെ സ്വന്തം ഷെഫീൻ മൻസൂറിന്റെ അടുത്താണ് നാം ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വിജയത്തില് ഷെഫീൻ മൻസൂറിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, അങ്ങനെ ഫാമിലിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഇതെന്റെ എളാപ്പയാണ് ബാബുമാഷ്. ഇവിടെ കൊണ്ടോട്ടി സ്കൂൾ ടീച്ചറാണ്. ഇവർ രണ്ടുപേരും എന്റെ കസിൻസ് ആണ്. ഇവർ നൗറിൻ, അത് അമൃത്. അച്ഛനും അപ്പൊ എനിക്ക് പാരന്റ്സ് എല്ലാം ഒമാനിലാണ്. അവരെല്ലാം എഞ്ചിനീയേഴ്സാണ്. ഇപ്പൊ ബ്രദറും അങ്ങോട്ട് പോയിരിക്കുക കഴിഞ്ഞ ആഴ്ച. അപ്പം അവരിപ്പം ഒമാനിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഒമാനിലല്ലേ? ഓക്കെ. അപ്പൊ ഈ ഇപ്പൊ ഒമാനിലൂടെ ഇന്ത്യയിലേക്ക് വരുന്ന വിസിറ്റിങ്ങും അതുപോലെ സപ്പോർട്ടിങ് ഒക്കെ എങ്ങനെയായിരുന്നു? അവരെല്ലാ ദിവസവും എന്നെ ഓൺലൈനിൽ വിളിക്കുമായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഡൗൺ ആയാലും അവർ എനിക്ക് ഒരു ഫോൺ കോളിന്റെ അപ്പുറത്തേ ഉള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു മിസ്സിംഗ് ഫീലിംഗ് വന്നിട്ടില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അവരെ വിളിച്ചു പറയുന്നു. അവർ അതിനായിട്ടുള്ള ഒരു റിപ്ലൈ എനിക്ക് തരുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇല്ല. ഓക്കെ. നമുക്കറിയാം ഇപ്പൊ ഷെഫിന്റെ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു ഫലമായിരുന്നു ഈ ഒരു റിസൾട്ട് എന്ന് പറയാം അല്ലെ? എന്ത് തോന്നുന്നു ഈ ഒരു സന്തോഷവേളയില്? വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ആക്ച്വലി ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയൊരു നല്ല മാർക്ക്. അത് ഇപ്രാവശ്യം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ടഫ് എക്സാം കൂടിയായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. അതിന് തന്നെ അള്ളാഹുവിന്റെ ബ്ലെസ്സിങ്സ്, പിന്നെ എന്റെ ഫാമിലിയുടെ സപ്പോർട്ട്, എന്റെ പാരന്റ്സിന്റെ പ്രാർത്ഥന, പിന്നെ ഇവരൊക്കെ എന്റെ കൂടെ ഉണ്ടായത് മാത്രമാണ് എനിക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് സാധിച്ചത്. അതിനെനിക്ക് വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും. പിന്നെ ബ്രില്യന്റിന്റെ കോച്ചിങ് പറയാതിരിക്കാൻ വയ്യ. അവർ ഈ 2 years എന്റെ പിന്നാലെ നടന്ന് എനിക്ക് ഒരു കോൺസ്റ്റന്റ് സപ്പോർട്ട്, എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട്. ബ്രില്യന്റിന്റെ ഏത് പ്രോഗ്രാമിലായിരുന്നു ഉണ്ടായിരുന്നോ? ഞാൻ ബ്രില്യന്റിന്റെ +1 +2 ഇന്റഗ്രേറ്റഡ് കോച്ചിങ് മാന്നാനത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ 10th വരെ ഒമാനിലായിരുന്നു. അത് കഴിഞ്ഞ് +1 +2 ഇവിടെ മാന്നാനം ഹോസ്റ്റലിലായിരുന്നു. അങ്ങനെയായിരുന്നു എന്റെ പഠനം. അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? നല്ലൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു. ഞാനിപ്പം വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒക്കെ. പിന്നെ അവിടെ കുറെ കൂട്ടുകാരൊക്കെ ആയി. അവരെല്ലാരും പിന്നെ എന്നെ പോലെ തന്നെ നല്ല കോമ്പറ്റീറ്റീവ് സ്പിരിറ്റോടെ പഠിക്കുന്നവർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു നല്ല കൂട്ടുകെട്ട് ഉണ്ടായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ അവിടുത്തെ മെന്റേഴ്സ്, എന്റെ ക്ലാസ് ടീച്ചർ, എന്റെ ഹോസ്റ്റൽ വാർഡൻ എല്ലാവരും എന്നെ കോൺസ്റ്റന്റ് ആയിട്ട് സപ്പോർട്ട് തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ പഠനം അക്കാഡമിക്സിലായിട്ട് ഒരു എഫക്റ്റും എനിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ അവിടുത്തെ ബ്രില്യന്റിലെ ടോപ്പ് ഫാക്കൽറ്റീസ് തന്നെ അവിടെ പഠിപ്പിക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലും ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഇഷ്ടം പോലെ സ്റ്റഡി ടൈം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ ഒരു കോൺസ്റ്റന്റ് പേസിൽ ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റി. ഈ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ എന്താ തോന്നിയത്? ഇപ്പം എല്ലാവരും പറഞ്ഞു ഇപ്പൊ എക്സാമിൽ നിന്ന് ഇറങ്ങിയപ്പോ ഭയങ്കര ടഫായിരുന്നു, പരീക്ഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് പറയുണ്ടായി അല്ലെ? എന്നിട്ടും നമുക്ക് ഈ ഒരു മിന്നും വിജയത്തിലേക്ക് എത്താൻ മോനെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് പരീക്ഷ നല്ല ടഫായിരുന്നു. ഇപ്പം നമ്മൾ പ്രീവിയസ് ഇയർ നീറ്റൊക്കെ നോക്കിയാൽ വളരെയധികം ടഫുള്ള എക്സാം തന്നെയായിരുന്നു. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ബ്രില്യന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒരുപാട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ മോക്ക് ടെസ്റ്റ് സീരീസും മോഡൽ എക്സാംസ് എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ പല ഇതിനേക്കാൾ ടഫ് എക്സാംസ് ബ്രില്യന്റ് പേപ്പറായി തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ശ്രീജിത്ത് സാറിന്റെ ബോട്ടണി ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് വളർന്നതാണ് ഞാൻ. അപ്പൊ
ആദ്യം ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ എനിക്ക് മാത്രമല്ല ടഫ് എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം കാം ആൻഡ് കളക്റ്റഡ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും വായിച്ച് 1-2 തവണ വായിച്ച് ആൻസർ ചെയ്തു. പിന്നെ ഫിസിക്സ് ഒക്കെ നല്ല ടഫ് ആയിരുന്നു, പക്ഷെ അത്യാവശ്യം സമയം എടുത്ത് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് കുറെ ആൻസേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റി. ആൻഡ് ഇങ്ങനെ ഒരു മികച്ച സ്കോറിലോട്ട് എത്താൻ സാധിച്ചു. ഓക്കെ മോനെ, നമ്മൾ ബ്രില്യന്റെ ഒരുപാട് മോഡൽ എക്സാംസും കുറെ ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതി അല്ലെ, അതുപോലെ ഈ ലേണിംഗ് ആപ്പിലും ഒക്കെ ഒരുപാട് എക്സാംസ് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അതൊക്കെ എത്ര മാത്രം സഹായിച്ചു? അത് വളരെയധികം സഹായിച്ചു എന്ന് തന്നെ പറയണം. കാരണം ഞാൻ ഈ ഫസ്റ്റ് മോഡൽ എക്സാം എഴുതിയപ്പം എനിക്ക് കുറെ ഫോൾസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ആദ്യത്തെ എക്സാമിൽ ടൈം മാനേജ്മെന്റ് ഒരു ഇഷ്യൂ ആയിരുന്നു. എനിക്ക് ഈ ഒരു ഫിക്സഡ് ടൈമിനുള്ളിൽ എനിക്ക് തീർക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഓരോ എക്സാമിന്റെ ശേഷവും എന്റെ ഫോൾസ് മാക്സിമം മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാം. അതായിരുന്നു എന്റെ ഗോൾ. അപ്പൊ ആദ്യത്തെ എക്സാമിന്റെ ശേഷം ഞാൻ എന്റെ ടൈം മാനേജ്മെന്റ് ഫോക്കസ് ചെയ്തു. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് ടൈം വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ തീർക്കണം എന്നുള്ളൊരു ഗോളോടെ ഞാൻ ചെയ്തത്. അപ്പൊ അങ്ങനെ ആദ്യത്തെ എക്സാമിന്റെ ശേഷം ആ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 എക്സാം എടുക്കും, അങ്ങനെ ഓരോ പ്രോബ്ലംസ് ഓരോന്നായി അതിന് ബ്രില്യന്റിന്റെ മോഡൽ എക്സാം കൊണ്ട് മാത്രമാണ് ഞാൻ അതിന് സാധിച്ചത്. അപ്പൊ ഞാൻ +1 +2 ഞാൻ ഇന്റഗ്രേറ്റഡ് കോഴ്സിലായിരുന്നു. അപ്പം ആ ത്രൂ ഔട്ട് ഓൾമോസ്റ്റ് എല്ലാ വീക്കും ധാരാളം എക്സാംസ് നടത്തിക്കൊണ്ടിരുന്നു. അപ്പം ഓരോ എക്സാമിലൂടെയും ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് നീറ്റ് എത്തിയപ്പോൾ എനിക്ക് നല്ലൊരു സ്കോർ കിട്ടാൻ സാധിച്ചു. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പം ഇന്റഗ്രേറ്റഡ് ബാച്ച് അല്ലെ, അതായത് പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ കോച്ചിങ് കൂടെ പോകുന്നു അല്ലെ, എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ ഒരു കൈകാര്യം ചെയ്യാനും അതുപോലെ അതിന്റെ ഒരു ടൈമിംഗ് ഷെഡ്യൂളും അതിന്റെ പ്ലാനിങ് ഒക്കെ എങ്ങനെയായിരുന്നു സഹായിച്ചത്? അത് നല്ലപോലെ തന്നെ പോയി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കോഴ്സിൽ ആദ്യമായിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ആദ്യത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്കൂളും കോച്ചിങ് കൂടി ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഗ്രാജുവലി എന്റെ ചുറ്റുമുള്ള എല്ലാവരും അതിൽ കോപ്പപ്പായി, ഞാനും കോപ്പപ്പായി. ആദ്യം സ്കൂളിന്റെ ഈ കൂടെ തന്നെ ബ്രില്യന്റ് ഞാൻ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അപ്പം സ്കൂളിന്റെ കാര്യങ്ങൾ അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. അപ്പൊ അതിന്റെ കൂടെ കോച്ചിങ് തിയറി ഒക്കെ നല്ല ഡെപ്തിൽ പോകുമ്പോൾ ബോർഡ് എക്സാം എനിക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റി. പിന്നെ കൂടുതൽ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് എനിക്ക് ഈ ബ്രില്യന്റിന്റെ കോച്ചിങ്ങും മുന്നോട്ട് പോകാൻ സാധിച്ചു. ഇപ്പം കേരളത്തിൽ തന്നെ വളരെ മികച്ച ഒരു സ്കോറാണ് ഇപ്പൊ നേടിയത് അല്ലെ. ഇപ്പം എല്ലാവർക്കും ഒരു ആകാംക്ഷ കാണും, എങ്ങനെ അതിലേക്ക് എത്തി? ഇത്രയും ടഫായിട്ട് പോലും നമ്മൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്തു? അതിന്റെ ഒരു സീക്രട്ട് എന്താണെന്ന് പറയാം? എന്റെ സ്റ്റഡി പ്ലാൻ ആക്ച്വലി ഭയങ്കര ഡയറക്റ്റ് ആയിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ബ്രില്യന്റിന്റെ ക്ലാസ്സസിലാണ്. അപ്പം ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഞാൻ മാക്സിമം കോൺസെപ്റ്റ്സ് അവിടെ തന്നെ സാറ് പറയുമ്പോൾ തന്നെ മാക്സിമം മനസ്സിലാക്കി. തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് രാത്രി ഇരുന്ന് പഠിക്കുമ്പോൾ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസും കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസും പിന്നെ ബയോളജി NCERT. അപ്പൊ ഇതായിരുന്നു എന്റെ അധിക ദിവസം എന്റെ സ്റ്റഡി പ്ലാൻ. അപ്പം പിന്നെ എക്സാംസ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ കണ്ടിന്യൂസ് എക്സാംസിന്റെ സമയത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ബയോളജി ആണെങ്കിൽ നിരന്തരം NCERT വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ബയോളജി കുറച്ച് റിലേറ്റീവ് വീക്ക് വരുന്നത്. നീറ്റിന് എനിക്ക് തോന്നുന്നു ബയോളജി ഞാൻ കൂടുതൽ തെറ്റിച്ചത്. അപ്പൊ അതെനിക്ക് മെമ്മറൈസിങ് എനിക്ക് കുറച്ച് പ്രശ്നമുള്ള ഏരിയ ആയിരുന്നു. അപ്പൊ ഞാൻ മാക്സിമം എനിക്ക് എവിടെയാണോ ഫോൾട്ട് തോന്നിയത്, എനിക്ക് കോൺഫിഡൻസ് ലാക്ക് ചെയ്യുന്ന ഏരിയ ഞാൻ മാക്സിമം ഫോക്കസ് ചെയ്ത് അവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കുമായിരുന്നു. ഫിസിക്സ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അതിന്റെ കോൺസെപ്റ്റ്സ് ഒക്കെ പിന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസിലോട്ട് ഫോക്കസ് ചെയ്യും. പിന്നെ എനിക്ക് ടഫായി തോന്നുന്ന സിറ്റുവേഷൻസിലെല്ലാം ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അതുപോലെ തന്നെ മോനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരും അല്ലെ, അതൊക്കെ എങ്ങനെയാണ് മോനെ സൊല്യൂഷൻ ചെയ്യുന്നത്? അത് ബ്രില്യന്റിന്റെ ഫാക്കൽറ്റി എപ്പോഴും എനിക്ക് അവിടെ അവൈലബിൾ ആണ്. എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർക്ക് ഒന്നെങ്കിൽ എനിക്ക് ഓൺലൈനായിട്ട് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ ഇ ലേണിംഗ് ആപ്പ് വഴി എനിക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാം വരുമായിരുന്നു. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവരോട് ചെന്ന് ചോദിക്കാവുന്നേ ഉള്ളൂ. അപ്പം ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. ഡൗട്ട്സ് എല്ലാം അപ്പൊ ക്ലിയർ ചെയ്യുന്ന രീതിയിലായിരുന്നു. ഓക്കെ, മോനെ ഇപ്പൊ പറയില്ല ഇ ലേണിംഗ് ആപ്പ് അല്ലെ ഒരുപാട് സഹായിച്ചു പറഞ്ഞു. എത്രമാത്രം അതിന്റെ ആ ഒരു നമുക്ക് ഇതില് ഈ ഒരു സ്കൂളിലേക്ക് എത്ര സഹായിച്ചു? അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അത് നമുക്ക് അണ്ടർസ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അതിലുള്ള എക്സാംസ്. എനിക്കിപ്പം ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ അവരുടെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. എനിക്ക് അത് കണ്ടിട്ട് ഒന്നും കൂടി കണ്ട് എനിക്ക് ആ കോൺസെപ്റ്റ് തറവാക്കാം. അത് 100 കണക്കിന് എക്സാം നമ്മുടെ ആപ്പിലുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും അതിൽ PYQ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് റിസോഴ്സസിന്റെ കുറവൊന്നുമില്ല. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. നമുക്കൊരു ചങ്ങാതി എന്ന് വേണേ തന്നെ പറയാം, ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയാം. ആ 2 ഇയേഴ്സ് എന്റെ കൂടെ എനിക്ക് തോന്നുന്നു എന്റെ വീട്ടുകാരെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്ന ഈ ലേണിംഗ് ആപ്പ് കൂടെ ഉണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മെന്റേഴ്സ്, അതുപോലെ നമ്മുടെ ഡയറക്ടേഴ്സ്, പ്രൊഫസേഴ്സ്, ഇതൊക്കെ എത്ര മാത്രം മോനെ സപ്പോർട്ട് ചെയ്തിരുന്നു?
അവരൊരു എനിക്കൊരു സോഴ്സ് ഓഫ് കോൺസ്റ്റന്റ് സപ്പോർട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ വീട്ടിൽ നിന്ന് മാറിയിരിക്കുകയാണല്ലോ. അപ്പൊ ആദ്യമൊക്കെ വരുമ്പം ഞാൻ വിചാരിച്ചു എന്റെ കൂടെ ആരും ഉണ്ടാവില്ല, ഞാൻ ചിലപ്പോൾ ഒരു ഒറ്റപ്പെട്ട രീതിയിലൊക്കെ ആയിരിക്കും എന്റെ പഠനം എന്ന് വിചാരിച്ചെങ്കിലും അവിടെ എന്റെ ഹോസ്റ്റൽ വാർഡൻ ഉണ്ടായിരുന്നു, ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം എനിക്ക് എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ചില എക്സാമിനൊക്കെ താഴെ പോകും, അപ്പം ഡൗൺ ആയിരിക്കുമ്പോഴൊക്കെ അവരെപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ. പിന്നെ എന്റെ ക്ലാസ് കോർഡിനേറ്റർ ആയ ബിജു സാറ്, ക്ലാസ് ടീച്ചർ ബിബിൻ സാർ, ഇവരെല്ലാം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. ചിലപ്പോ എനിക്കെന്നെ തോന്നുന്നു ഇവര് ഇത്രയൊക്കെ പറയണോ, ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. പക്ഷെ അതല്ല, അത് ഞാൻ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഡൗൺ ആയി ഫീൽ ആയിട്ടില്ല. ഒരു സാഡ് ഫീലിംഗ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ എപ്പോഴും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉഴപ്പിയാലോ അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് എല്ലാം വന്നാലോ ഒക്കെ അവര് എന്നെ സ്കോൾഡ് ചെയ്യും. അത് ഓബ്വിയസ് ആണ്. പക്ഷെ അത് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എനിക്ക് കൂടുതൽ പഠിക്കാൻ. അപ്പം പിന്നെ എന്റെ ചുറ്റുമുള്ളവരെല്ലാം ഭയങ്കര പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ബാക്കി സപ്പോർട്ട് ഒക്കെ എങ്ങനെയായിരുന്നു? അതെല്ലാം അടിപൊളി തന്നെയായിരുന്നു. കാരണം എനിക്ക് അക്കാഡമിക്സിൽ എനിക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ലൈബ്രറി എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഗൈഡ് ആണെങ്കിലും പുറത്തുനിന്നുള്ള ഗൈഡ് ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും എല്ലാം അവിടെ അവൈലബിൾ ആണ്. പിന്നെ എന്റെ ചുറ്റുമുള്ളവരെല്ലാം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ടോപ്പിൽ നിന്നിരുന്ന കുട്ടികൾ തന്നെയായിരുന്നു. അപ്പം അവരോടൊക്കെ ഇങ്ങനെ കമ്പീറ്റ് ചെയ്യുന്നത് എനിക്കും കൂടി ഒരു മോട്ടിവേഷനാണ്. അപ്പൊ ഞാനിപ്പോ എപ്പോഴെങ്കിലും ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുകയാണെങ്കിലോ അപ്പൊ ഞാനിങ്ങനെ ചുറ്റും നോക്കിയാൽ ബാക്കിയുള്ളവർ പഠിക്കുന്നതാണെന്ന് ഞാനതൊരു ഹെൽത്തി സെൻസിൽ എടുക്കാറുള്ളൂ. അപ്പൊ എനിക്കും കൂടി ഒരു മോട്ടിവേഷനാണ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ. അപ്പൊ അതെല്ലാം ഒരു നല്ല രീതിയിൽ തന്നെയായിരുന്നു. ഈ ഡോക്ടർ എന്നൊരാഗ്രഹം എങ്ങനെയാണ് ഉണ്ടായത്? അതുപോലെ തന്നെ ആരാണ് ഈ ഫാമിലി കൂടുതലും സപ്പോർട്ട് ചെയ്തിരുന്നത് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിക്കാൻ? ഈ ആക്ച്വലി ഡോക്ടറിന്റെ ആഗ്രഹം എനിക്ക് ആദ്യം എന്റെ മനസ്സിൽ വരുന്നത്, എന്റെ ബ്രദർ ഈ സ്കൂളിൽ തന്നെ പഠിച്ചത് 2016 ബാച്ചായിരുന്നു. എന്നിട്ട് അവൻ പഠിച്ച് അവൻ എയിംസ് ഭോപ്പാല് അച്ചീവ് ചെയ്തു. അപ്പോ അതിന് ശേഷം അവനുണ്ടായ ഒരു അപ്രീഷിയേഷൻ, അവന് എല്ലാവരും കൊടുത്ത ഒരു വാല്യൂ. മാത്രമല്ല ഞാൻ എയിംസ് ഭോപ്പാലിൽ പോയിരുന്നു, അവിടെ ഒരു ആഴ്ചയോളം നിന്നിരുന്നു. അപ്പം ഞാൻ അവിടുത്തെ മെഡിക്കൽ കോളേജിലൊക്കെ പോയപ്പം അത് എനിക്ക് കിട്ടിയൊരു എക്സ്പോഷർ. അവിടുത്തെ ഡോക്ടേഴ്സ് അവരെങ്ങനെ പേഷ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്, പേഷ്യൻസിന് അവരോടുള്ള ഒരു ഫീലിംഗ്, അതെല്ലാം എന്നെ വളരെയായിട്ട് ഇൻസ്പയർ ചെയ്തു. അതായിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഡോക്ടർ എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നത്. പിന്നെ എന്റെ പാരന്റ്സിന്റെ അടുത്ത് ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്തിരുന്നു. എന്റെ മദറിന് എസ്പെഷ്യലി ഡോക്ടർ ആവാന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമില്ലാന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ നീ ഒരു കോൺസ്റ്റന്റ് എഫേർട്ട് ഇട്ടാൽ നിനക്ക് കിട്ടാവുന്നേ ഉള്ളൂ. എന്റെ ബ്രദർ ബ്രില്യന്റിൽ തന്നെ ആയിരുന്നു, അതുകൊണ്ട് ഈ ഓപ്ഷൻ എനിക്ക് എപ്പോഴും അവൈലബിൾ ആയിരുന്നു. അങ്ങനെ അപ്പൊ എന്നെ ഈ ബ്രില്യന്റിനെ ചേർത്തി അങ്ങനെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, ഈ ഒരു മികച്ച വിജയത്തില് ഈ ഫാമിലിയെ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാവോ? ഈ അവസരത്തിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഷെഫീൻ ചെറുപ്പത്തിൽ പഠിക്കാൻ വളരെ മിടുക്കനാണ്, നല്ല വിജയം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഇത്ര വലിയ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ബ്രില്യൻസിന് പ്രത്യേകം നന്ദിയുണ്ട്. ഈ ഒരു വിജയം അറിഞ്ഞിട്ട് എന്താ തോന്നിയത്? ഞാൻ തന്നെ ആണ് ഭയങ്കര ചില്ലാണ്. ഇപ്പൊ എന്താ പറയാ, ബ്രില്യൻസിന്റെ വെക്കേഷന്റെ ലീവിനൊക്കെ വരുമ്പോ അത് കഴിഞ്ഞ ഒരു എക്സാം ഉണ്ടെന്ന് ഉറപ്പാണ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഇവരെ കണ്ടിട്ടില്ല, ബുക്ക് തുറക്കില്ല, ഫുൾ ടൈം ഇവിടെ കളി ചില്ലായിട്ട് റിലാക്സ് എടുത്താണ് പോയില്ല. അപ്പം ഞങ്ങൾക്കൊരു പേടി പഠിക്കാനൊന്നുമില്ല. ഇവിടെ വന്നാലും ആള് ഫുൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഫിലിമിന് പോവാം, അല്ലെങ്കിൽ എൻജോയ്മെന്റ് ആ കാര്യങ്ങൾ മാത്രം. പക്ഷെ ഞങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു എന്തായാലും നല്ലൊരു സ്കോർ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ആയിരുന്നു. റിസൾട്ട് അറിഞ്ഞപ്പം ഭയങ്കര സന്തോഷം, ആള് നല്ല സ്കോർ കിട്ടിയപ്പോ നല്ല സന്തോഷമായി. ഓക്കെ, അങ്ങനെ നമ്മള് ഈ 2025 പൂർത്തീകരിച്ചു അല്ലെ? ഈ നമുക്കറിയാം 2026 ഡേറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട് അല്ലെ? അവർക്ക് വേണ്ടി എന്താണ് നമുക്ക് നല്ലൊരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? ഇപ്പൊ എങ്ങനെ പരീക്ഷയ്ക്ക് നേടണം, ഇങ്ങനെയാണ് ആ ഒരു വിജയത്തിലേക്ക് അവർ ഇപ്പോഴേ തയ്യാറെടുക്കുകയാണ് അല്ലെ? അപ്പൊ അവർക്ക് ഇപ്പൊ തന്നെ നമുക്ക് കൊടുക്കാനുള്ള നല്ലൊരു അഡ്വൈസ് എന്താണ്? എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തന്ന റിസോഴ്സസ് എല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റ് ഉണ്ട്, ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ്, ഒരുപാട് ലെക്ചർ നോട്ട്സ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ നോക്കാന്നല്ല, പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അന്നെ കവർ ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ ഈ എക്സാംസ് എല്ലാം നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. എല്ലാ എക്സാമും പറ്റുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്യണം. അതെല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ എക്സാം കഴിയുമ്പോൾ നിങ്ങൾ റാങ്ക് കണ്ട് അങ്ങനെ സങ്കടപ്പെടല്ല വേണ്ട. നിങ്ങളുടെ ഫോൾസ് എന്താ, നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താ, അത് മാക്സിമം തിരുത്തുക. ഇപ്പൊ ഓരോ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവും, ഓക്കെ എനിക്ക് ഈ ഏരിയ ലാക്കിങ്, എനിക്ക് ടൈം ഒരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ എനിക്ക് ഫിസിക്സ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ബയോളജി കെമിസ്ട്രി കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പൊ ഓരോ എക്സാമിന് ശേഷം നിങ്ങളുടെ ഫോൾസ് ഇമ്പ്രൂവ് ചെയ്ത് അടുത്ത എക്സാമിന് അതേ സെയിം മിസ്റ്റേക്ക് വരുത്താണ്ടിരിക്കാൻ നോക്കുക. അപ്പൊ തീർച്ചയായും നിങ്ങളിപ്പം 2 ഇയർ പ്ലാൻ ആണോ 1 ഇയർ പ്ലാൻ ആണോ, ആ ഒരു കാല അളവിന് ശേഷം നിങ്ങൾ എന്തായാലും മികച്ച സ്കോറിലേക്ക് തന്നെ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡ്രീം ക്യാമ്പസ് അല്ലെ? ഏതാണ് ആ ഒരു സ്വപ്നം കണ്ട ക്യാമ്പസ്?
ഞാൻ സ്വപ്നം കണ്ട ക്യാമ്പസ് ആക്ച്വലി എയിംസ് ഡൽഹി തന്നെയാണ്. പക്ഷെ ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് സ്വപ്നം മാത്രമായിരിക്കില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എന്റെ ഓൾവേസ് ഗോൾ, എന്റെ ബ്രദർ എയിംസ് ഭോപ്പാലായിരുന്നു. അപ്പം അതിൽ മികച്ചൊരു റാങ്ക് കിട്ടി, അതിൽ മികച്ചൊരു കോളേജിൽ പോകണം തന്നെയായിരുന്നു എന്റെ ഇത്രയും കാലത്തെ ആഗ്രഹം. അപ്പൊ ഈ ഒരു സ്കോർ കൊണ്ട് അത് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും അവന്റെ ആഗ്രഹം പോലെ തന്നെ ആ ഒരു ഡ്രീം ക്യാമ്പസിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങ് എത്തിച്ചേരട്ടെ എന്നും, അതുപോലെ തന്നെ നമ്മുടെ ഈ സൊസൈറ്റിക്കും ഈ ഒരു നാടിനും സമൂഹത്തിനും നല്ലൊരു ഡോക്ടറായി എന്നും ഉണ്ടാകട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.